ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫിനാലെ വീക്ക് ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ആക്ടിവിറ്റി ഏരിയയിലേക്ക് അനീഷിനെ ബിഗ് ബോസ് വിളിപ്പിച്ചു. എന്നിട്ട് ആ ഒരു മാർക്കിൽ നിൽക്കാൻ പറയുന്നു. മിററിന്റെ മുന്നിലാണ് നിൽക്കുന്നത് കേട്ടോ. എന്നുള്ളത് നമ്മൾ പ്രോമോയിൽ കണ്ടിരുന്നു. അപ്പൊ എന്നിട്ട് ബിഗ് ബോസ് പറയുന്നു, അനീഷ് സമൂഹത്തിന്റെ പരിച്ഛേദമായ ഈ ബിഗ് ബോസ് ഷോ നിങ്ങളെ തന്നെ തുറന്നു കാണിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇതുവരെ എത്തി നിൽക്കുന്ന അനീഷിന്റെ യാത്ര വളരെ വ്യത്യസ്തവും കഠിനമേറിയതുമായിരുന്നു. എങ്കിലും ആ പ്രതിബന്ധങ്ങളെ എല്ലാം അനീഷ് ആത്മവിശ്വാസത്തോടെ തരണം ചെയ്തു. പലപ്പോഴും ഉള്ളു പെടഞ്ഞപ്പോൾ മനഃശക്തി കൊണ്ട് നേരിട്ട സന്ദർഭങ്ങൾ അനീഷിന് ഉണ്ടായിട്ടുണ്ട്. സൗഹൃദങ്ങളെ താരതമ്യേന കുറവായിരുന്ന അനീഷിന്റെ മനസ്സ് ചില സൗഹൃദങ്ങളിലൂടെ മഞ്ഞ് പോലെ ഉരുകി. ഒരു വേള പ്രണയം പോലും അനീഷിന്റെ ഉള്ളില് മുട്ടിട്ടു. ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നിയ എത്രയോ സന്ദർഭങ്ങളിൽ അനീഷ് സ്വയം സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റു ചിലപ്പോ സുഹൃത്തിനോട് മനസ്സ് തുറന്നും പലരെയും ക്ഷമാപൂർവം അനീഷ് കേട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ കണ്ണാടിയിലൂടെ അനീഷിനോട് തന്നെ മനസ്സ് തുറന്ന് സംസാരിക്കണം. ഇതായിരുന്നു അനീഷിനോട് ബിഗ് ബോസ് ആക്ടിവിറ്റി ഏരിയയിൽ വെച്ച് പറഞ്ഞത്. ഇതൊരു ടാസ്ക് ആണ്, നമ്മൾ കണ്ടിട്ടുള്ള ടാസ്ക് തന്നെയാണ്. അനീഷ് മിററിൽ നോക്കി പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും വെച്ച് ടച്ച് ചെയ്ത് പുള്ളി പറഞ്ഞു പോകുന്നുണ്ട്. ഓരോ കാര്യങ്ങളും അത് എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല, എല്ലാം പറയാൻ ഇമ്പോസിബിൾ ആണ്. പക്ഷെ കുറെ കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യം അനീഷ് പറഞ്ഞു തുടങ്ങുന്ന ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ, ഓവർ എക്സ്പെക്ടേഷനും ഇല്ലാതെ ഹൗസിനകത്തേക്ക് പ്രവേശിച്ച ഒരാളാണ്. ബിഗ് ബോസിനോട് നന്ദി പറയുന്നുണ്ട്. ഇത്രയും വലിയൊരു വീട്ടിലേക്ക് എന്നെ ആദ്യം തന്നെ കയറ്റി വിട്ടതിന് തൊഴുകൈകളോടെ ഞാൻ നന്ദി പറയുകയാണെന്ന് പറയുന്നു. ഹൃദയം കല്ലാക്കി ജീവിച്ച സാഹചര്യവും പിന്നെ ഒരിക്കലും ഹൃദയം പാറ പോലെ ഉറച്ചു വെച്ചിട്ട് കാര്യമൊന്നും ഇല്ലാന്നും ആരോടെങ്കിലും ഒക്കെ ഓപ്പൺ ആയിട്ട് നിൽക്കണം എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആദ്യത്തെ ആഴ്ച ക്യാപ്റ്റനായി മാറിയത് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് മഹാഭാഗ്യമായിട്ട് കണക്കാക്കുന്നത്. ഒരു ഐഡിയയും ഇല്ലാതെ ഹൗസിൽ കയറി ആദ്യത്തെ 3 ആഴ്ചകളൊക്കെ ഒന്നിനോടും സമരസപ്പെടാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു എനിക്ക്. അതായത് ദേഷ്യം അടക്കാൻ പറ്റാത്തൊരു അവസ്ഥ, വലിയൊരു ഒറ്റപ്പെടൽ എന്നൊക്കെ അനുഭവിച്ചിരുന്നു. പിന്നീട് ഷാനവാസിനോട് സൗഹൃദമായതിൽ പിന്നെയാണ് എല്ലാം എനിക്ക് ട്രാക്കിലായി തുടങ്ങിയത്. അതുവരെ ഒരു ഇമോഷണൽ ഇംബാലൻസിലായിരുന്നു. സൗഹൃദം എന്ന് പറയുന്നത് എപ്പോഴും ഫ്രീ ആവുക എന്നുള്ളതാണ്. ഇമോഷൻസ് പ്രകടിപ്പിക്കാനും ഒക്കെ സൗഹൃദങ്ങൾ ഉപകാരമായിട്ടുണ്ട്. ഷാനവാസിനോട് അനീഷ് നന്ദി പറയുന്നുണ്ട്. ഷാനവാസിന്റെ ഒരു പങ്കുണ്ട്. അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഈ രീതിയിൽ മോൾഡ് ചെയ്തെടുത്തത് ഷാനവാസ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. വലിയൊരു കല്ലുള്ളിൽ കൊണ്ട് നടന്ന ഇൻട്രോവേർട്ട് ആയ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെയുള്ള എന്റെ അടുത്തേക്ക് നല്ലൊരു ഫ്രണ്ട് വന്നപ്പോ എന്റെ മനസ്സ് കുറച്ചുകൂടി ഫ്രീ ആയി. പിന്നീട് അനീഷ് പറയുന്ന അദ്ദേഹം ഒരു മോർണിംഗ് പേഴ്സൺ ആണ്. രാവിലെ അധികാലത്ത് എണീക്കുമ്പോൾ കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി അത് വേറെ തന്നെയാണ്. ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതൊന്നും അല്ല, അങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോയതാണ്. പുറത്തും സംസാരിക്കാൻ ആളില്ലാത്ത സമയത്ത് ഞാൻ സ്വയം സംസാരിച്ച് മുറ്റത്തൂടെ ഒക്കെ നടന്നിട്ടുണ്ട്. മോർണിംഗ് സോങ്ങും സുപ്രഭാതവും ഒക്കെ ഞാൻ ഇവിടെ എൻജോയ് ചെയ്ത കാര്യങ്ങളാണ്. ഈ ഷോ കഴിഞ്ഞാലും ജീവിതകാലം മുഴുവൻ ഞാൻ ഓർത്തിരിക്കുന്ന കാര്യങ്ങളാണെന്ന് അനീഷ് പറയുന്നുണ്ട്. ഇതൊക്കെ അനീഷ് പറഞ്ഞപ്പോ ബിഗ് ബോസ് ഇടപെടുന്നുണ്ട് കേട്ടോ. മുന്നിൽ നിൽക്കുന്നത് വേറൊരു വ്യക്തിയായിട്ട് കണ്ട് സംസാരിക്കാനായിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യകാലങ്ങളിലെ അനീഷായിട്ട് സങ്കല്പിച്ച് സംസാരിക്കണം. അപ്പൊ ഈ കണ്ണാടിയിലെ മുന്നിൽ നിൽക്കുന്ന അനീഷിനെ കാണുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. വീണ്ടും തുടങ്ങുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാവരുമായിട്ട് എത്രയൊക്കെ വഴക്കിട്ടാലും വല്ലാത്ത തരത്തിലുള്ള ഒരു ഇഴയടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ എന്റെ മുന്നിൽ നിൽക്കുന്ന അനീഷിനെ സാധിച്ചു. എല്ലാം സ്വാഭാവികമായിട്ട് വന്ന് പോയതാണ്. ഈ വീട്ടിലൊരു അംഗമായിട്ട് അനീഷിന് മാറാൻ സാധിച്ചു എന്നതിൽ അഭിമാനിക്കാം. ഇമോഷണൽ അൺബാലൻസ് ഉണ്ടായിരുന്ന അനീഷ് പതിയെ സൗഹൃദങ്ങളിലേക്കും പിന്നെ മറ്റുള്ളവരിലേക്കും ഒക്കെ ഇറങ്ങി ചെല്ലാൻ സാധിച്ചതാണ് അനീഷിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം, അനീഷിന്റെ ഏറ്റവും വലിയ വിജയം. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഒരു വീട്ടിൽ വന്ന് അവിടെ നിന്നൊന്നും തിരിച്ചു കൊണ്ടുപോകാനില്ലെങ്കിൽ നമ്മൾ തോറ്റു പോവുകയാണെന്ന് അനീഷ് പറയുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങള് സമ്പാദിക്കാനും ഹൃദയം തുറന്ന് ചിരിക്കാനും പഠിക്കാനും ഒക്കെ അനീഷിന് സാധിച്ചു. സൗഹൃദങ്ങളെ ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകാനുള്ളതാണെന്നും അതിന് മാസ്മരികമായ ഒരു ശക്തി ഉണ്ടെന്നും ഒക്കെ അനീഷിന് മനസ്സിലാക്കാൻ സാധിച്ചു. എന്റെ കൺമുമ്പിൽ നിൽക്കുന്ന അനീഷിന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഏതൊരു ടീമിൽ നിന്നാലും ആത്മാർത്ഥതയോടും പിന്നെ ഇഷ്ടത്തോടും കൂടി അനീഷിന് ഡ്യൂട്ടീസ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ എല്ലാ രീതിയിലും ഏത് രീതി നോക്കിയാലും സജീവമായിട്ടുള്ള ഇടപെടലുകൾ അനീഷിന് ഇവിടെ നടത്താൻ സാധിച്ചു. പിന്നെ അനീഷ് പ്രണയത്തെ പറ്റി പറയുന്നുണ്ട്, തൊട്ടു പോകുന്നുണ്ട്. മറുഭാഗത്ത് നിൽക്കുന്ന ആളുടെ അഭിപ്രായത്തെയും മാനിക്കണം എന്നുള്ളത് കൊണ്ട് ആ റിജക്ഷനും സുഗന്ധമുള്ള ഒരു ഓർമ്മയായിട്ട് എന്റെ ഉള്ളിൽ മാറിക്കഴിഞ്ഞു. തുടക്കകാലത്ത് മൊരടനായ ഒരു വ്യക്തി പിന്നെ മാറി മാറ്റത്തിന്റെ ഒരു പൂർണ്ണ ഭാഗത്തിലേക്ക് എത്തി കഴിഞ്ഞു എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടം വരെ എത്തി നിൽക്കുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 വിന്നറായി മാറാനും അനീഷിന് സാധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ബിഗ് ബോസ്
ബോസിന്റെ സ്വരത്തോട് അനീഷ് നന്ദിയും കടപ്പാടും ഒക്കെ പറയുന്നുണ്ട്, പ്രേക്ഷകരോട് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അനീഷ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ. ആക്ടിവിറ്റി ഏരിയയിൽ പോയിരുന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മൾ ഈ ബോറൻ മൊരടൻ എന്നൊക്കെ പറഞ്ഞ് ഈ വിമർശിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് പുച്ഛിച്ച് തള്ളുന്ന മനുഷ്യരുടെയൊക്കെ ലൈഫില് ഓരോ കഥകളുണ്ടാവും. അവരോടൊക്കെ സംസാരിച്ചാൽ മാത്രമേ അതൊക്കെ നമുക്ക് അറിയത്തുള്ളൂ, എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് ഗെയിമിന്റെ ഭാഗമായിട്ടാണെങ്കിലും ഷാനവാസ് സംസാരിച്ചു. അങ്ങനെ വളരെ പോസിറ്റീവായ ഒരു മാറ്റം, ജീവിതകാലം മുഴുവൻ ചെറിഷ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്താ പറയാ കൊണ്ടുപോകാൻ പറ്റുന്ന ബിഗ് ബോസ് ഹൗസിലെ ഒരു ടേക്ക് അവേ ആയിട്ട് ആ ഒരു മാറ്റം അനീഷിന് മാറിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഒരു വിജയം തന്നെയാണ്. ഈ സീസണിന്റെ വിജയകിരീടം പുള്ളിക്ക് കിട്ടിയില്ലെങ്കിൽ പോലും അനീഷ് ഈ ഒരു മാറ്റത്തെ ഭയങ്കരമായിട്ട് മുറുക്കെ പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇനിയും ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്ത് ഇടപെട്ട് ജീവിക്കാൻ അനീഷിന് സാധിക്കട്ടെ. പഴയ ആ ഒരു ജീവിതത്തിലേക്ക് ഒന്ന് തിരിച്ചു പോവാതെ എന്താ പറയാ റൂമിൽ ഒതുങ്ങിക്കൂടിയുള്ള ആ ഒരു ലൈഫിനെ പറ്റിയൊക്കെ പലപ്പോഴും അനീഷ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാനതൊക്കെ വീഡിയോസിൽ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു ലൈഫിലേക്ക് ആ മനുഷ്യന് ഇനി തിരിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യം ആവട്ടെ. ഇനി ആളുകൾ പൊതിഞ്ഞു കൂടിക്കോളും. പുറത്തിറങ്ങുമ്പോഴാണ് സ്നേഹവും കാര്യങ്ങളൊക്കെ ശരിക്കും അനീഷ് കാണാൻ പോകുന്നത്. പ്രേക്ഷകരുടെ ഒരു സ്നേഹം, ഇത്രയും ദിവസം അനീഷിനെ കണ്ട പ്രേക്ഷകരുടെ ഒരു സ്നേഹവും റെസ്പോൺസും ഒക്കെ അനീഷ് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതിനു മുമ്പുള്ള ഒരു എന്താ പറയാ സാമ്പിൾ, വീണ്ടും ഒരു സാമ്പിൾ ആണ് ഇത് ഇപ്പൊ ഈ കണ്ടത്. അന്ന് അനീഷ് നന്ദി പറഞ്ഞ് എനിക്ക് തോന്നുന്നു പൊട്ടിക്കരയുമെന്ന് തോന്നുന്നു, ഇമോഷണൽ ആയിട്ട് ആനന്ദ കണ്ണീര് വരും. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.